മറ്റു വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് വോട്ടിംഗ് അതിൻ്റെ ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ LDFിൻ്റെ വോട്ടർമാർ മഹാഭൂരിപക്ഷവും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. അപ്പോൾ ഞങ്ങൾ ഇതേവരെ ചെയ്ത പോളിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം LDFിന് അനുകൂലമായിട്ടുള്ള വോട്ടാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പോളിംഗ് ആണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല രീതിയിലുള്ള പോളിംഗ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഏതാണ്ട് 50% പോളിംഗ് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ച പ്രകാരം ഞങ്ങളുടെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനാവുക. ഇനിയുള്ള സമയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് അത്യാവശ്യം മാറ്റം ഇനിയും ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി വലിയ മുന്നേറ്റം, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടാൻ പോകുന്നത് എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഇവരെ ഔദ്യോഗിക കണക്ക് വന്നത് പ്രകാരമുള്ളത്. നമുക്കറിയാലോ ഈ രണ്ട് മണ്ഡലങ്ങളിലും എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേയും പ്രചരണ സമയത്തൊക്കെയുള്ള സമയം. അല്ല, ജനങ്ങളാകെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്ന LDFിനെ കൂടാണ്. പിന്നെ എന്താ ഇവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ 52% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. 52% വോട്ട് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടാണ്. അപ്പോൾ പയ്യന്നൂർ അതുപോലെ തന്നെയാണ്, അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അതിൽ യാതൊരു ഉത്കണ്ഠ ഉണ്ടാവേണ്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കേരളത്തിലാകെ നല്ല രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ജനങ്ങളുള്ളത് എന്നുള്ളതാണ് സംഭവം. അത് വെറുതെ തെറ്റായ പ്രചരണം മാത്രമാണ്. അത് അങ്ങനെയാണ് ചില ആൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. നല്ല പോളിംഗ് ഉള്ളപ്പോൾ തന്നെയാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് വന്നത്. അതിനേക്കാളും കുറഞ്ഞ പോളിംഗ് ഉള്ളപ്പോഴാണ് രണ്ടാമത്തെ പ്രാവശ്യം വന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കുറയുന്നു എന്നുള്ളതുകൊണ്ടോ പോളിംഗ് കൂടുന്നുള്ളതുകൊണ്ടോ എന്തെങ്കിലും വ്യത്യാസം വരാൻ പോകുന്നില്ല. ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. വളരെ ഫലപ്രദമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പോളിംഗിൻ്റെ ഭാഗമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഞങ്ങളെ പരമാവധി വോട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം. അതിനനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ വർധനവാണ് യഥാർത്ഥത്തിൽ ഇപ്പം കാണാൻ കഴിയുന്നത്. ഇനിയും ബാക്കിയുള്ളവർ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി കുറേയും കൂടി നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ മുന്നേറ്റമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളാകെ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതികൂലമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു. അതിനൊന്നും മറുപടിയില്ല. അതൊക്കെ ഇനി തീരുമാനിക്കാൻ പോവല്ലേ. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ച് വനവാസത്തിന് പോകുന്നു. സുധാകരൻ പറഞ്ഞത് അങ്ങനെ വനവാസത്തിന് പോകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അത്ര സുധാകരൻ്റെ ഭാഗത്തുണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുകയായിരുന്നു. പോളിംഗ് ഒന്നും ശതമാനമോ ഒന്നും പാർട്ടിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നില്ല. വലിയ ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു.